വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു ന്യായാധിപനും വിധവയുടെ ഒരു ഉപമ നമ്മളോട് പറയുന്നു. നീതിരഹിതനായ ഒരു ന്യായാധിപൻ ഒരു വിധവയ്ക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുന്നില്ല. ഇത് ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നതിൻ്റെ കാരണം ഇതാണ്: നിങ്ങൾ ഭഗ്നാശരാകാതെ, നിങ്ങൾ നിരാശപ്പെടാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്ന ഒരു ഉപമയാണ്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 1 മുതൽ തുടങ്ങുക. ഇന്ന് ജീവിതത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതായി ഒന്നുമില്ലെന്ന് 100 അനുഭവങ്ങൾ നമ്മുടെ ചുറ്റും പലരും പറയുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥിച്ചാൽ പലതും ലഭിക്കുന്നില്ല എന്ന് പറയുന്ന അനേക വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. ഉദാഹരണത്തിന്, കുറേ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ ഒരു സഹോദരി വന്നു. കുറേ വേദനകളുമായിട്ട് വന്നു. സഹോദരി കുറേ വേദനകൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരി പ്രാർത്ഥിച്ചാൽ ദൈവം നടത്തി തരാതിരിക്കുമോ? ഉടനെ ആ സഹോദരി എന്നോട് പറഞ്ഞതാണ്, രാജു ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചു മടുത്തു എന്ന്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രാർത്ഥിച്ച് മടുക്കുന്ന ഒത്തിരി പേരുണ്ടോ? ഇവിടെ ഈ നീതിരഹിതനായ ന്യായാധിപൻ്റെ അടുക്കൽ വിധവ വന്ന് ശല്യം ചെയ്ത് പറഞ്ഞു, എനിക്ക് നീതി നടപ്പിലാക്കി തരാൻ. നീതിരഹിതനായതുകൊണ്ട്, ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ട്, മനുഷ്യരെ മാനിക്കാത്തത് കൊണ്ട് നീതിരഹിതനൊന്നും കേട്ടാത്ത പട്ടിൽ അങ്ങനെ ജീവിച്ചു. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, അവിടെ തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു, ഇവളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ, ഇവൾക്ക് ഞാൻ നീതി നടപ്പിലാക്കി കൊടുത്തില്ലെങ്കിൽ ഇവൾ എന്നെ ശല്യം ചെയ്യും, ആയതിനാൽ ഞാൻ ആ കാര്യം അങ്ങ് നടത്തി കൊടുക്കുന്നു. അങ്ങനെ ഈ വിധവയുടെ ന്യായമായ കാര്യം നീതിരഹിതനായ മനുഷ്യൻ ചെയ്തു കൊടുത്തു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ നമുക്ക് പലർക്കും പരാതികളുടെ പട്ടികകളാണ് നിരത്തുന്നത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ, എനിക്ക് ഈ പങ്കെടുക്കുന്ന നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. എൻ്റെ ജീവിതം തന്നെയാണ് ഒരു കുറച്ച് സമയത്തേക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. ഞാൻ എൻ്റെ കുടുംബത്തിൽ 9 മക്കളിൽ 7ാമത്തെ മകനായി ജനിച്ചു. നിവൃത്തികേട് കൊണ്ടോ ചാച്ചനൊക്കെ മലബാർ സൈഡിൽ അങ്ങ് കണ്ണൂർ ജില്ലയിലൊക്കെ ഉള്ള 1 ഏക്കർ സ്ഥലം വിറ്റ് പോയി. അവിടുന്ന് അവർക്ക് 6 ഏക്കർ സ്ഥലം മേടിച്ചു. എന്ത് ചെയ്യാനാ? ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ 5 പൈസ ഉണ്ടെങ്കിൽ 5.5 കിലോമീറ്റർ നടക്കാതെ സ്കൂളിൽ പോകാം. തിരിച്ചു പോരാൻ 5 പൈസ കൂടെ ഉണ്ടെങ്കിൽ, അങ്ങനെ 10 പൈസ ഉണ്ടെങ്കിൽ 11 കിലോമീറ്റർ നടക്കാതെ എനിക്ക് സ്കൂളിൽ പോകാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തോ എൻ്റെ ചാച്ചനന്ന് നിവൃത്തിയില്ലാതെ. ഏതായാലും കുറേ കാലങ്ങൾ കടന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടതുപോലെയൊന്നും വിദ്യാഭ്യാസമൊന്നും വേണ്ടതുപോലെയൊന്നും ലഭിച്ചൊന്നും ഞാൻ പറയാൻ ആളല്ല. എങ്കിലും വലിയൊരു സത്യം, ഇന്ന് ഇടുക്കി ജില്ലയിൽ പടമുഖം എന്ന പ്രദേശത്ത് 274 മേൽ മനുഷ്യർക്ക് ഇന്ന് 3 നേരം ആഹാരം കൊടുക്കുവാനായിട്ട് പ്രാർത്ഥന കൊണ്ട്, പ്രാർത്ഥിച്ചാൽ, ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം തരുമെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. 18 വർഷമായി സ്നേഹമന്ദിരം ഇടുക്കിയിൽ സ്ഥാപിതമായിട്ട്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, 7 കിലോ അരിയെ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളൂ.
തുടക്കത്തിൽ പലരും എന്നോട് ചോദിച്ചു, ഇത് മുന്നോട്ട് പോകുമോ, ഇതെങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, പ്രാർത്ഥിക്കാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ചെയ്യാത്തതായി ചെയ്തു കൊടുക്കാത്തതായി ഒന്നുമില്ല. ഇന്ന് നമ്മുടെ ഇടയിലെ പ്രാർത്ഥനയിലുള്ള വ്യത്യാസം, പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു, ഇച്ചിരി ബുദ്ധിമാന്യമുള്ള ആളാണ്, പക്ഷേ അത്യാവശ്യം മദ്യമൊക്കെ കഴിക്കും. തോമാച്ചനും ചേട്ടനും അനിയനും തോമാച്ചൻ്റെ പറമ്പിൽ പോയി ഈ കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, ഇദ്ദേഹമാണ് ഇച്ചിരി ബുദ്ധിമാന്യമുണ്ടെന്ന് പറയുന്ന ആൾ. ഇദ്ദേഹം പോയി ഒരാഴ്ച തോമാച്ചൻ്റെ പറമ്പിൽ പണിയെടുത്താൽ പിറ്റേ ആഴ്ച അതിൻ്റെ ബന്ധത്തിൽപ്പെട്ട ചാക്കോച്ചൻ്റെ പറമ്പിൽ പോയി ജോലി ചെയ്യും. ജോലി ചെയ്തിട്ട് വൈകുന്നേരം ഈ കുഞ്ഞച്ചൻ എന്ന ഇദ്ദേഹത്തിൻ്റെ പേര് മിക്കവാറും വല്ലപ്പോഴും മദ്യം കഴിക്കും. ഒരു പ്രാവശ്യം മദ്യം കഴിക്കുമ്പോൾ ഇത്ര ഓവറായിപ്പോയി. ഇപ്പം അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹം വിചാരിച്ചു ശരിക്കും അദ്ദേഹം ചാക്കോച്ചൻ്റെ പറമ്പിലാണ് ആ ആഴ്ചയിൽ ജോലി ചെയ്തത്. പക്ഷേ പോയി തോമാച്ചൻ്റെ അടുത്ത് ചെന്ന് കൂലി ചോദിച്ചു ശനിയാഴ്ചയായപ്പോൾ. ഉടനെ തോമാച്ചൻ പറഞ്ഞു, നീ ഈ ആഴ്ച മുഴുവൻ, എടാ മോനെ, നീ ഈ ആഴ്ച മുഴുവൻ ജോലി ചെയ്തത് നീ ചാക്കോച്ചൻ്റെ പറമ്പിലാണ്, എൻ്റെ പറമ്പിലല്ല. അവന് മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ കിടന്ന് ബഹളമായി. പിന്നെ നാട്ടുകാരൊക്കെ വന്ന് അങ്ങനെ സത്യാവസ്ഥ മനസ്സിലാക്കി. അങ്ങനെ ഇവൻ പണിത സ്ഥലത്തു നിന്ന് തന്നെ മധ്യസ്ഥതയിൽ അവന് കൂലി മേടിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ എല്ലാം അവസ്ഥ ഇതാ. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നത്, ഇന്ന് വൈകുന്നേരം ദൈവം പറയുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷത്തിലും അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. കൽപ്പന പാലിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് എന്തു വേണേലും ചോദിക്കാൻ അവകാശമുണ്ടെന്നാണ് പറയുക. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് പലപ്പോഴും പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പലതും ലഭിക്കാത്ത പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ കുഞ്ഞച്ചൻ ചെയ്ത പോലെ. കുഞ്ഞച്ചൻ ഇന്ന് തോമാച്ചൻ്റെ പറമ്പിൽ പണിയെടുത്തിട്ട് പോയി വൈകുന്നേരം പോയി ചാക്കോച്ചനോട് കൂലി ചോദിച്ചു എന്ന് പറഞ്ഞതുപോലെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാതെ വൈകുന്നേരം ആകുമ്പോൾ മിക്കവാറും പോയി കർത്താവിൻ്റെ സന്നിധിയിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് തരണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പന, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെയൊക്കെ ഈ കുഞ്ഞച്ചൻ്റെ രീതിയാണ്. തോമാച്ചൻ്റെ പറമ്പിൽ പോയി ജോലി ചെയ്തിട്ട് ഞാനിന്ന് ചാക്കോച്ചൻ്റെ അടുത്ത് കൂലി എന്ന് പറഞ്ഞതുപോലെ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ഭയങ്കരമായ നിയമമുണ്ട്. ദൈവസന്നിധിയിൽ ഭയങ്കരമായ നിയമമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്നേഹമന്ദിരത്തിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് 5 പൈസ 5 10 പൈസയ്ക്ക് നിവൃത്തിയില്ലാഞ്ഞ് രാജു എന്ന പാവപ്പെട്ട മനുഷ്യന് 10 കിലോമീറ്റർ നടന്നു പോയ ഈ പാവപ്പെട്ട മനുഷ്യനിലൂടെ ഇന്ന് 275 പേർക്ക് ആഹാരം ഡെയിലി കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ലെന്നുള്ള സത്യം ഈ നിമിഷം നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വ്യക്തമായി പറയാൻ പറ്റും. 100 അനുഭവങ്ങളാണ്, 100 സത്യങ്ങളാണ് വചനത്തിലൂടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ദൈവം ഭൂമിയിലേക്ക് വന്നു, ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യനെ കാണിച്ചു കൊടുത്തു. എങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണമെന്നൊക്കെ വളരെ വ്യക്തമായി എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. പക്ഷേ ഞാനും നിങ്ങളും ഈ നിർദ്ദേശം അനുസരിച്ചാണോ ജീവിക്കുന്നത്? ഇന്ന് ആ സഹോദരി പറഞ്ഞതുപോലെ ആ സഹോദരി പ്രാർത്ഥിച്ച് മടുക്കുകയാണ്. ഇന്ന് പലരും പ്രാർത്ഥിച്ച് മടുക്കുന്ന മനുഷ്യരാ നമ്മുടെ ഇടയിലുള്ളത്. പ്രാർത്ഥിച്ച് മടുക്കേണ്ട കാര്യമേയില്ല. ഒരു വ്യക്തിക്ക് പോലും പ്രാർത്ഥിച്ച് മടുക്കേണ്ട ഒരു കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ 53-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്,
സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യ മക്കളെ നോക്കുന്നു, തന്നെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന്. ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ജ്ഞാനി എന്ന് പറയുന്നത് BAയും MAയും IASും പഠിച്ചവനായിട്ടാണ് നമ്മൾ കാണുന്നത്. നല്ലത് തന്നെ, അങ്ങനെ തന്നെ വേണം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ തേടുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവീക കൽപ്പനകൾ പാലിക്കുന്ന വ്യക്തികളുണ്ടോ എന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന വ്യക്തികളെ അന്വേഷിച്ച. ഇന്ന് ഞാൻ ഓർക്കുന്നു, ഒരിക്കലൊരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞൊരു കാര്യം. ഒരു ചെറിയ ഒരു ബന്ധമുള്ള ഒരു വീട്ടിലാണ് ഒരു കുഞ്ഞ്. അതിനെ രാവിലെ ആകെ മൊത്തം കൊച്ചിന് 4 വയസ്സേ ആയുള്ളൂ. 4 വയസ്സിൽ അതിനെ രാവിലെ 6 മണിയാകുമ്പോൾ അതിനെ ട്യൂഷന് വിടും. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നു ഉടനെ തന്നെ 8 മണി ആയപ്പോഴത്തേനും ഏതാണ്ടൊക്കെ കൊടുത്ത് ഉടനെ തന്നെ അതിനെ നഴ്സറി സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. തിരിച്ചത് 4 മണിക്ക് വന്നു കഴിഞ്ഞ് അതിനെ വീണ്ടും ട്യൂഷൻ വിടുക. അത് കഴിഞ്ഞ് സന്ധ്യ മയങ്ങുമ്പോൾ ആ കൊച്ച് വൈകുന്നേരം ആയപ്പം അമ്മ വന്ന് ഈ കൊച്ചിനെ വേണ്ടി പഠിപ്പിക്കുക. നീ എന്നൊക്കെയാണ് പഠിച്ചത് എനിക്കറിയട്ടെ. ഇത് കുത്തിയിരുന്നുകൊണ്ട് ഞാൻ MOEQ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അറിയാതെ ഇതങ്ങ് മയങ്ങി പോവുക. നമ്മുടെ ജീവിതത്തിൽ പഠനം കൊടുക്കണം, കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ എത്രമാത്രം പഠിപ്പിക്കണം. പക്ഷേ ദൈവത്തെ ചൂണ്ടിക്കാണിക്കാതെ, ദൈവം ആരാണെന്ന് പറഞ്ഞു കൊടുക്കാതെയുള്ള പഠനങ്ങളെല്ലാം വൃഥാവിലാകും എന്ന് സത്യം നമ്മൾ തിരിച്ചറിയണം. ദൈവം നിന്റെ സൃഷ്ടാവിനെ, ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 25-ാമത്തെ തിരുവചന പ്രകാരം പറയുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് പൗലോസ്ലിയ പറയുകയാണ്, അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ച് സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുന്നു. എത്രയോ പേരാണ് ഇന്ന് ആരെങ്കിലും ദൈവത്തെ കഴിഞ്ഞു അധികമായി സ്നേഹിക്കുന്ന അവസ്ഥ. ഒരിക്കലും ഞാൻ ഓർക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു ബോംബെ വരെ പോകാൻ ദൈവം ഇടയാക്കി. അവിടെ ചെന്നപ്പോൾ ഒത്തിരിയേറെ പഠിച്ച് യൗവനത്തിൽ തന്നെ, എന്ന് പറഞ്ഞാൽ 33-ാമത്തെ വയസ്സിൽ ഭർത്താവ് ക്യാൻസർ രോഗം മൂലം മരണപ്പെട്ടു. മകൻ ഒത്തിരിയേറെ പഠിച്ചു, MTech വരെ പഠിച്ച മകൻ. ഈ മകൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഞാൻ ഈശോയെക്കുറിച്ച്, മോനെ നീ പഠിക്കുമ്പോൾ ഈശോ അങ്ങനെ അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാനാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ പറയുകയാണ്, അവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. പറയാം, യേശു എന്ന് പറഞ്ഞ ആള് ഇസ്രായേലിലെങ്ങാണ്ട് ഉള്ള ഒരാളല്ലേ. അദ്ദേഹത്തെ ആ വലിയ വിവരമുള്ളവൻ പറഞ്ഞ് മനസ്സ് തിരിച്ച് പറഞ്ഞത്. അവനുമായിട്ട് തർക്കിക്കാൻ ഞാൻ നിന്നില്ല പ്രിയപ്പെട്ടവരെ. കാരണം ലോകത്തിൻ്റെ അറിവ് എന്നെ കഴിഞ്ഞ് ഒത്തിരിയേറെയുള്ള ഒരു വ്യക്തിയാണ്. ഈ അമ്മയുടെ വേദന, ആ അമ്മയുടെ ദുഃഖം, അമ്മയുടെ ആ അവസ്ഥ കണ്ടുകൊണ്ടാണ് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാനും ആ കുടുംബത്തിലേക്ക് പോകാനായിട്ട് ഇടയായത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരിയേറെ പേര് ഇന്ന് പഠിപ്പിച്ചുമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നല്ലത് തന്നെ, പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ലെങ്കിൽ ഇന്ന് എല്ലാ ഭാഷകളും ഒന്നും അറിയത്തില്ലെങ്കിൽ ലോകത്ത് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാം സത്യം തന്നെ. പക്ഷേ നമ്മൾ ഈ പഠിപ്പീരിൻ്റെ സമയങ്ങളിൽ നമ്മുടെ ഈശോയെ കൂടി നമ്മൾ കൊടുക്കണം. പണ്ട് കാലങ്ങളിലൊക്കെ പറയാറുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ പാവങ്ങളായിരുന്നു, അതുകൊണ്ടാകാം എൻ്റെ ചെറുപ്പത്തിൽ പറയാറുണ്ട്, കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വെളുത്തിരിക്കാൻ വേണ്ടി, കുഞ്ഞുങ്ങളുടെ കളറ് വെക്കാൻ വേണ്ടി പൊന്നും വയമ്പും കൊടുക്കുമെന്ന്. പൊന്നും വയമ്പും കൊടുക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ഓർക്കണം, ഈ പൊന്നും വയമ്പിൻ്റെ കൂടെ ദൈവവചനം കൂടി കൊടുക്കണം. നിൻ്റെ സൃഷ്ടാവിനെ നീ നിൻ്റെ യൗവനത്തിലെ തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 29-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ നീതിയും രാജ്യവും അന്വേഷിക്കുക, ബാക്കി മുഴുവൻ കൂട്ടിച്ചേർക്കപ്പെടും. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ ഏറ്റവും അവൻ്റെ
കടമ എന്ന് പറയുന്നത് അവൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിയുക എന്നതാണ്. അവൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിയാതെ അവൻ എന്തെല്ലാം ചെയ്താലും ഒരു കാര്യവുമില്ല പ്രിയപ്പെട്ടവരെ. സ്നേഹമന്ദിരത്തിൽ ഡോക്ടറാകാൻ പഠിച്ച് ഡോക്ടർമാർക്ക് പ്രൊഫസറായി അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് ക്ലാസ് എടുക്കുന്ന ഒരു മനുഷ്യൻ മാനസിക രോഗിയായി സ്നേഹമന്ദിരത്തിലുണ്ട്. അവൻ ഈ ഭൂമിയിൽ ആരും ഉള്ളതായിട്ട് അറിയത്തില്ല. പഠിപ്പില്ലാഞ്ഞിട്ടാണോ? അറിവില്ലാഞ്ഞിട്ടാണോ? ഭാഷകളില്ലാഞ്ഞിട്ടാണോ? അവന് നല്ല ബോധമുള്ള അവസരത്തിൽ സ്നേഹമന്ദിരത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട സമയത്ത് നല്ല ലാംഗ്വേജിൽ അവൻ ഈ ട്രാൻസ്ലേഷൻ ചെയ്തു തരും. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്. അവൻ ചില സമയത്ത് ഒരു ബന്ധവുമില്ലാതെ സംസാരിക്കും. മനസ്സിൻ്റെ രോഗത്തിൻ്റെ ഇന്ന് ഈ ഭൂമിയിൽ എല്ലാ രോഗങ്ങളും എല്ലാവർക്കും അറിയാം. ഇന്ന് ക്യാൻസർ രോഗിയാണെങ്കിൽ അവനറിയാം ക്യാൻസർ രോഗമുണ്ടെന്ന്. പക്ഷേ മാനസിക രോഗികളുടെ മനോനില തെറ്റിയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ തീർന്നെന്ന് കൂട്ടിയാൽ മതി, ഒരു കുടുംബം തന്നെ ഛിന്നഭിന്നമായി പോകും. ആയതിനാൽ നമ്മളുടെ ഉത്തരവാദിത്വം ഇതാണ്. നമ്മൾ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ എന്ന് ആരംഭിക്കുന്നുവോ അന്ന് എൻ്റെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും, എൻ്റെ കുടുംബത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകും. അതിനകത്തൊരു സംശയവുമില്ല. ദൈവത്തെ അന്വേഷിച്ച് കഴിഞ്ഞ് എന്തു വേണമെങ്കിലും നിങ്ങൾ ദൈവം ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവകൽപ്പന നമ്മൾ പാലിക്കാൻ തുടങ്ങും. ദൈവകൽപ്പന പാലിക്കാത്ത ഒരു മനുഷ്യനും പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്ന് ഒന്നും ലഭിക്കുമെന്ന് വ്യാമോഹിക്കേണ്ട. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ 11 മുതലുള്ള തിരുവചനങ്ങളാണ്. എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുതേ. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല, അവിടുന്നാണ് എന്നെ വഴി തെറ്റിച്ചതെന്ന് പറയരുത്. ഇന്ന് നമ്മുടെ ഇടയിൽ നമ്മളിന്ന് വേണ്ടതുപോലെ ദൈവകൽപ്പനകൾ പാലിക്കാതെ, ദൈവ ഇഷ്ടങ്ങൾ മാനിക്കാതെ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാതെ ഞാനും നിങ്ങളും ദൈവത്തെ പഴിക്കുന്ന ഒരു സ്വഭാവമാണ്. ദൈവത്തെ പഴിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. കാരണം കർത്താവാണ് എന്നെ വഴി തെറ്റിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ പാപമുണ്ടായിരിക്കും. കർത്താവാണ് എന്നെ വഴി തെറ്റിച്ചതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി പാപമുണ്ടായിരിക്കും. അതിനകത്തൊരു സംശയമില്ല. എത്രയോ പേര് ഒരിക്കൽ ഞാൻ ഓർക്കുന്നൊരു സഹോദരി പറയുകയുണ്ടായി, കർത്താവ് 3 മണിക്കൂറേ കുരിശേ കടന്നുള്ളൂ, ഞാനോ കല്യാണം കഴിഞ്ഞിട്ട് 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഭർത്താവിന് ഇപ്പോൾ അവർക്ക് ആ സ്ത്രീക്ക് 51 വയസ്സായി. അപ്പോൾ എത്ര വർഷമായി ഞാൻ കുരിശേ കിടക്കുന്ന, അന്ന് മുതൽ എൻ്റെ ജീവിതം കുരിശാന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കുരിശ് ചുമക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റാതെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും കിട്ടുമെന്നാരും ധരിക്കേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കർത്താവിന് നന്ദി പറയുന്ന ഒരു വ്യക്തിയായി മാറണം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മകളെ കെട്ടിക്കാറാകുമ്പോൾ, നമ്മുടെ മക്കളെ കെട്ടിക്കാറാകുമ്പോൾ, അല്ലെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകുന്ന സമയം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കണം, കാനായിൽ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ഇടയായത് അവിടെ മറിയമുണ്ടായിരുന്നു, ഈശോയുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്ന് തിരുവചനം എഴുതി വച്ചിരിക്കുക. തിരുവചനം സത്യം നമ്മളോട് വിളിച്ചോതുകയാണ്. മാതാവും ഈശോയും ആ കുടുംബത്തിലുണ്ടായിരുന്നത് കൊണ്ട് ആ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ഈശോ ഏറ്റെടുത്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എൻ്റെ മകളുടെ വിവാഹം, എനിക്ക് കടബാധ്യതകൾ, രോഗാവസ്ഥകൾ എല്ലാം വരുമ്പോൾ എൻ്റെ കുടുംബത്തിൽ വേണ്ടതുപോലെ പൈസ ഇല്ല, കടബാധ്യതകളാണ്, ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ വളരെയധികം വേദനിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അവരൊക്കെ ഓർക്കണം,
ഈ കാനായിൽ കല്യാണ വിരുന്നിൽ എന്തുകൊണ്ടാണ് ആ കുടുംബത്തെ രക്ഷിച്ചത്? മാതാവും ഈശോയും ഉള്ളത് കൊണ്ട്. പ്രശ്നങ്ങളുടെ നടുവിലേക്ക് എന്ന് യേശു കടന്നു വരുന്നോ അന്ന് മാത്രമേ ഒരു കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. എന്നോട് ചോദിച്ചു, എന്താ ഇതിൻ്റെ മൂലധനം? ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അതിൻ്റെ മൂലധനം, സ്നേഹമന്ദിരത്തിൻ്റെ മൂലധനം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അവിടെ ഇരുന്ന് പാവപ്പെട്ട മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കടന്നു വരാതിരിക്കാൻ പറ്റത്തില്ല. ഇടുക്കി എന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ ഒരു മലമ്പ്രദേശമാണ്. ആ പ്രദേശത്ത് ദൈവം പരിപാലിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയില്ല. പ്രാർത്ഥനയെ മൂലധനമാക്കുന്ന കുടുംബങ്ങൾ രക്ഷപ്പെടും. പ്രാർത്ഥനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന എല്ലാ സ്ഥലങ്ങളും രക്ഷപ്പെടുമെന്ന് അടിവരയിട്ട് ദൈവനാമത്തിൽ പ്രഖ്യാപിക്കാൻ കഴിയും. കാരണം പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നും പ്രാർത്ഥനയുടെ ബലം എന്താണെന്ന് ഓരോ ദിവസവും മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുക. പ്രാർത്ഥിച്ചാൽ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാത്തത് കൊണ്ടാണ് ഇന്ന് കുടുംബങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട കർത്താവ് പറയുന്നുണ്ട്, എന്നെ കഴിഞ്ഞ് ഉപരി മാതാവിനെയോ പിതാവിനെയോ മക്കളെ എന്നല്ല, സ്വജീവനെ പോലും വെറുക്കാതെ എൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇന്ന് മനുഷ്യർ പലപ്പോഴും ദൈവത്തിന് കൊടുക്കുന്നത് 2-3 സ്ഥാനങ്ങളല്ലേ? കുടുംബത്തിൽ വളരെയധികം വിശേഷ ദിവസങ്ങളിൽ പ്രാർത്ഥന കുറഞ്ഞു പോകുന്നു. ഒന്നാം സ്ഥാനം കർത്താവിനാണെങ്കിൽ കൊടുക്കുമോ? തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുത്താൽ ഒരു വ്യക്തിക്കും എന്തെല്ലാം വിശേഷം വന്നാലും കൂടുതൽ പ്രാർത്ഥനയെ നടക്കും. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നില്ലെങ്കിൽ എൻ്റെ വിശേഷ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. എന്ത് വിശേഷ ദിവസങ്ങളിലും ഞാൻ ഒന്നാം സ്ഥാനം മറ്റ് കാര്യങ്ങൾക്ക്. ഞാൻ ഓർക്കുന്നു, ഒരു മകനെയും കൊണ്ട് ഒരു അമ്മ സ്നേഹമന്ദിരത്തിലെ മക്കളോടൊപ്പം പ്രാർത്ഥിക്കാൻ വന്നു. അവിടെ ഒരു ധ്യാനത്തിന് കടന്നു വന്നു. കൗൺസിലിംഗ് ഒക്കെ ആയി കടന്നു വന്നപ്പം കുറേ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ മകനെ വേണ്ടി, ഈ ഒറ്റ മകനേ ഉള്ളൂ, ഭയങ്കര വേദനയോടുകൂടിയാണ് ഈ അമ്മച്ചി പറഞ്ഞത് മകനെക്കുറിച്ച്. കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം കർത്താവ് വെളിപ്പെടുത്തിയ ഒരു കാര്യം എന്താ? ഈ മകൻ്റെ ആദ്യ കുർബാന നടക്കുന്ന ദിവസം അപ്പനൊക്കെ മദ്യം കഴിച്ച് മയക്ക് ലഹരിയിൽ കൂട്ടുകാരുമൊത്ത് അന്ന് അവിടെ നടന്നിരിക്കുന്ന സംഭവം നമ്മൾ മനസ്സിലാക്കണം. അന്ന് അവൻ വൈകുന്നേരമായപ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ വന്നപ്പോഴത്തേനും ഒരു ചോറൊക്കെ വിളമ്പി കുറച്ചായപ്പോഴത്തേനും ഇവൻ്റെ അപ്പൻ വീണ് അതുപോലെ അവസ്ഥയായി. കണ്ടു കഴിഞ്ഞപ്പം ഇവൻ അപ്പനോട് കലിയായി. ഇവൻ വളർന്നു വന്നപ്പം അവൻ മദ്യപാനിയായി. അപ്പനെയും അമ്മയും അവന് വെറുപ്പാണ്. അന്ന് അവൻ്റെ കുടുംബത്തിൽ കൂട്ടുകാർ വന്നപ്പോൾ, ഇവൻ്റെ കൂട്ടുകാർ ഇവൻ്റെ പ്രസൻറ്റേഷൻ വരാനായിട്ട് വന്നപ്പോൾ ഇതിൻ്റെ അപ്പൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അപ്പൻ വളരെ മോശമായ രീതിയിൽ കിടക്കുന്ന കണ്ടപ്പോൾ ഇവന് വെറുപ്പുണ്ടായി എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മകൻ അല്ലെങ്കിൽ അവൻ ആദ്യ കുർബാനയ്ക്കോ അല്ലെങ്കിൽ മാമോദീസ സ്വീകരിക്കുന്ന ദിവസം അവൻ സഭയിൽ അംഗമാകുകയാണ്. അവന് അന്നേ ദിവസം പരിശുദ്ധമായി പ്രാർത്ഥിക്കേണ്ട ദിവസം. അന്നവന് നാവിലൂടെ ഈശോയെ സ്വീകരിച്ച് അവൻ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഈശോയുമായിട്ടാണ് വരുന്നത്. വിശ്വാസമനുസരിച്ച് അന്ന് ആ മകൻ്റെ പരിശുദ്ധമായ ആ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകേണ്ട ദിവസമാണ്. ആ സന്തോഷത്തിൻ്റെ നാളിൽ അവിടെ നടന്ന അനീതിയാണ് പ്രിയപ്പെട്ടവരെ അവൻ ഇന്ന് ഭീകരാവസ്ഥയ്ക്ക് ഇടയാക്കിയതെന്നാണ് കർത്താവ് വെളിപ്പെടുത്തി തരിക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും അധപ്പതനങ്ങൾ, എന്തെങ്കിലും വിവരമില്ലായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുവാൻ കിട്ടുന്ന അവസരമായി ഇതിനെ നമുക്ക് കാണാൻ കഴിയണം.
നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളെ ഇങ്ങനെ ദൈവനാമത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണം. തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ സമയത്ത് ഇങ്ങനെയുള്ള വിവരക്കേട്, ഈ സത്യം തിരിച്ചറിഞ്ഞു, ആ മകൾ വന്ന് ധ്യാനിച്ചു, ഇതാണ് കാരണമെന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഭർത്താവും വന്ന് ധ്യാനിച്ചു. ഇന്ന് ആ കുടുംബത്തിൽ അവരുടെ തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, യോശുവ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനത്തിലും ഇതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഈ പട്ടണത്തെ തോൽപ്പിക്കാൻ കഴിയാതെ ഇസ്രായേൽ ജനം വേദനിച്ചപ്പോൾ അവരുടെ യോശുവയൊക്കെ ചാരം പൂശി അവർ മണൽപ്പുറത്ത് കടന്നു എന്നാണ് തിരുവചനം എഴുതി വച്ചിരിക്കുക. വൈകുന്നേരമായപ്പം കർത്താവ് വന്ന് യോശുവയോട് പറഞ്ഞു, നീ എണീക്കുക, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ആ പാപം എന്താണെന്ന് കാണിച്ചു കൊടുത്ത് ഇസ്രായേൽ ജനത്തെ കൊണ്ട് വീണ്ടും ഹായി പട്ടണത്തെ രക്ഷിക്കുന്ന ഒരു കർത്താവ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, നന്നായി അറിയാം. തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിലേക്ക് എവിടെയാണ് പരാജയത്തിൻ്റെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം, ഈ നിമിഷങ്ങളിൽ പരാജയത്തിൻ്റെ നിമിഷങ്ങൾ, ആ പരാജയത്തിൻ്റെ അവസ്ഥകളിലേക്ക് ഈശോയെ നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം.